ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന സെക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പോസിബിൾ വേർഡ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ വേർഡ്സ് ഈസി ക്വിസ് സച്ച് ദാറ്റ് ദ വവൽസ് ഓൾവേസ് കം ടുഗദർ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ. നമുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരാം, തെറ്റാവുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന സെക്ഷനിലെ ചോദ്യമാണ്. ഇവിടെ നമ്മൾ പെർമ്യൂട്ടേഷൻ മാത്രം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈസി ക്വിസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വേർഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ വേർഡിനകത്ത് വവൽസ് ഒരുമിച്ച് വരുന്ന രീതിയിൽ നമുക്ക് എത്ര ടൈപ്പ് ഓഫ് പോസിബിൾ വേർഡ്സ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എത്ര വേർഡ്സ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം. എത്ര വേർഡ്സ് ഉണ്ട് ഇവിടെ മൊത്തം? 1, 2, 3, 4, 5, 6, 7, 8 വേർഡ്സാണ് മൊത്തം ഉള്ളത്. അതിൽ 4 വവൽസും 4 കൺസണൻസുമാണ് ഉള്ളത്. അവർ പറയുന്നുണ്ട് 4 വവൽസും എന്തായിരിക്കണം? ഒരുപോലെ ഒരുമിച്ച് വരണം. അതായത് ഏതൊക്കെയാണ് വവൽസ്? ഇ, എ, യു, ഐ. ഇവരെപ്പോഴും എന്തായിരിക്കും? ഒന്നായിരിക്കും. ഒന്നായി തന്നെ ഇരിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവർ ആരൊക്കെയാണ്? എസ് ഉണ്ട്, വൈ ഉണ്ട്, ക്യൂ ഉണ്ട്, പിന്നെ ആരാണുള്ളത്? ഇസഡ് ഉണ്ട്. ഇത്രയും പേര്. അപ്പം ഇവരെന്തായാലും വവൽസ് ഒരുമിച്ചിരിക്കും. ഈ ഒരുമിച്ചിരിക്കുന്ന ഇതിനകത്ത് തന്നെ ഇവർ ഒന്നാണെങ്കിൽ പോലും ഇതിനകത്ത് തന്നെ അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണല്ലോ. അപ്പം ഇവർ 4 പേരുള്ളതുകൊണ്ട് ഇവരുടെ അകത്ത് തന്നെ ഒരു അറേഞ്ച്മെൻറ്റ് നടക്കുന്നത് കൊണ്ടും 4 പേരും യുണീക്ക് ആയതുകൊണ്ട് അതിനകത്ത് അറേഞ്ച്മെൻറ്റ് പോസിബിളാണ്. അപ്പോൾ എത്ര അറേഞ്ച്മെൻറ്റ് അവിടെ നടക്കും? ഇവരിൽ തന്നെ 4 അറേഞ്ച്മെൻറ്റ്സ് നടക്കും. 4 ഫാക്ടോറിയൽ 4 പേരുള്ളതുകൊണ്ട് 4 അറേഞ്ച്മെൻറ്റ്സ് നടക്കും. ഇനി അതേപോലെ ഈ 4 പേര് ഈ ഒരുമിച്ചുള്ള ഇവർക്ക് ആദ്യം ഇവിടെ ഇരിക്കാം, പിന്നെ ഇവിടെ ഇരിക്കാം, പിന്നെ ഇതിൻ്റെ ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. അപ്പോൾ അവർക്ക് എത്ര പോസിബിൾ വേസ്, എത്ര പ്ലേസസ് ഇരിക്കാം? 1, 2, 3, 4, 5 ഡിഫറെൻറ്റ് പ്ലേസസിൽ അവർക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം? ഇവരുടെ അറേഞ്ച്മെൻറ്റ്, വവൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് 4 രീതിയിലുണ്ട്, 4 ഫാക്ടോറിയൽ രീതിയിലുണ്ട്. അതേ ഇൻറ്റു അവർക്ക് ഇരിക്കാൻ സാധിക്കുന്ന പ്ലേസസ്, നമ്പർ ഓഫ് പ്ലേസസ് എത്രയാണ്? 5. അപ്പോൾ 5 ഫാക്ടോറിയൽ. ഓക്കെ, 4 ഫാക്ടോറിയൽ എത്രയാണ്? 12 അല്ലേ? 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ 120, 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പം 24 അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2880 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പോസിബിൾ വേർഡ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ വേർഡ് ക്വിസ് സച്ച് ദാറ്റ് ദ വവൽസ് നെവർ കം ടുഗദർ? ഇവിടെ വവൽസ് ഒരുമിച്ച് വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ വേർഡ് ഏതാണ്? ക്വിസ്. ക്യു, യു, ഐ, ഇസഡ്. ഇവിടെ 2 വവൽസാണുള്ളത്, യുവും ഐയും. ഇവർ എന്ത് വരാൻ പാടില്ല? ഒരുമിച്ച് വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഒരുമിച്ച് വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര എണ്ണം ഈ 4 വേർഡ്സിൽ നിന്ന്, 4 ലെറ്റേഴ്സിൽ നിന്നും എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുമോ, എത്ര അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണോ അതിൽ നിന്നും ഈ യുവും ഐയും ഒരുമിച്ചുള്ള അറേഞ്ച്മെൻറ്റ് ഒരുമിച്ചുള്ളത് നമ്മൾ കുറച്ചാൽ മതിയല്ലോ. അപ്പം നമുക്ക് ഒരുമിച്ച് വരാത്ത എണ്ണം എത്ര ഉണ്ടെന്ന് കിട്ടും. അതായത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ എത്ര വേർഡ്സാണുള്ളത്? 1, 2, 3, 4 4 ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4 ഫാക്ടോറിയൽ അറേഞ്ച്മെൻറ്റ്സ് പോസിബിളാണ്. അപ്പം ഇതിനകത്ത് യുവും ഐയും ഒരുമിച്ച് വരുന്നത് കൊണ്ട് ഓക്കെ, അപ്പം നമുക്ക് ഒരുമിച്ച് വരാത്തതാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് വരുന്നത് അങ്ങ് കുറയ്ക്കുന്നു. ഒരുമിച്ച് വരുന്ന എത്ര എണ്ണം കാണും? ആലോചിച്ച് നോക്കി. ഇവിടെ യുവും ഐയും ഒരുമിച്ച് വരുന്ന എത്ര എണ്ണം കാണും? യുവും ഐയും ഒന്നായിട്ട് എടുക്കുന്നു. ഓക്കെ, യുവും ഐയും ഒന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എവിടെയൊക്കെ ഇരിക്കാം? ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. 3 പോസിബിൾ വേ. അതായത് 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ അല്ലേ? അവർക്ക് 3 സ്ഥലത്ത് ഇരിക്കാൻ പറ്റും. അപ്പോൾ 3 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 ഫാക്ടോറിയൽ അല്ലേ? 2 ഇൻറ്റു 2 ഫാക്ടോറിയൽ 2 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പം 6 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. 4 ഫാക്ടോറിയൽ മൈനസ് 12, 4 ഫാക്ടോറിയൽ 24 ആണ്. 24 മൈനസ് 12 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? ആൻസർ 12 ആണ് നമുക്ക് ഉത്തരവായിട്ട് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം.
How many ways a 6-member team can be formed having 3 men and 3 ladies from a group of 6 men and 7 ladies? ഓക്കെ, നമുക്ക് 6 പേരടങ്ങുന്ന ഒരു ടീമാണ് ഉണ്ടാക്കേണ്ടത്. ആ ടീമിനകത്ത് 3 മെന്നും 3 ലേഡീസും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ 3 മെന്നിനെയും 3 ലേഡീസിനെയും സെലക്ട് ചെയ്യാൻ 6 മെന്നിൻ്റെ ഒരു ഗ്രൂപ്പും 7 മെന്നിൻ്റെ ഒരു ലേഡി ഗ്രൂപ്പും നമ്മുടെ കയ്യിലുണ്ട്. ഇവരിൽ നിന്ന് വേണം ഈ 3 പേരടങ്ങുന്ന മെന്നും 3 പേരടങ്ങുന്ന ലേഡിയും ടോട്ടൽ 6 പേരടങ്ങുന്ന ഒരു മെമ്പറും നമുക്ക് ചൂസ് ചെയ്യാൻ. അപ്പോൾ അതിൽ നിന്ന് മെന്നിനെ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം? 6 പേരുണ്ട്. 6 പേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ എന്ത് പോകും? കോമ്പിനേഷൻ 6C3. ഓക്കെ, ഇനി എത്ര ലേഡീസ് ഉണ്ട്? 7 ലേഡീസ് ഉണ്ട്. ആ 7 ലേഡീസിൽ നിന്ന് എത്ര പേരെ സെലക്ട് ചെയ്യണം? 3 ലേഡീസിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത്, 6C3യും 7C3യും. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവരുടെ രണ്ടുപേരുടെയും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ഗ്രൂപ്പായ ഒരു 6 മെമ്പർ ഗ്രൂപ്പല്ലേ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പം എത്ര കിട്ടും? 6C3 എത്ര വരും? 6 × 5 × 4 by divided by 6 × 5 × 4 divided by 3 × 2. 3 × 2 6 cancel into 7 × 6 × 5 divided by 3 × എത്രയാണ്? 2 ക്യാൻസലായിട്ട് ഇവിടെ 35 × 20. 35 × 20 എന്ന് പറയുമ്പം എത്രയാണ് വരുന്നത്? 700 അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേയ്സ് ക്യാൻ ആൻ ഇൻ്റർവ്യൂ പാനൽ ഓഫ് 3 members ബി ഫോംഡ് ഫ്രം 3 engineers, 2 psychologists and 3 managers if at least 1 engineer must be included? ഓക്കെ, 3 പേരടങ്ങുന്ന ഒരു ഇൻ്റർവ്യൂ പാനലാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ആരെയൊക്കെ ഉണ്ട് സെലക്ട് ചെയ്യാൻ? 3 എൻജിനീയേഴ്സ് ഉണ്ട്, 2 സൈക്കോളജിസ്റ്റ് ഉണ്ട്, 3 മാനേജേഴ്സ് ഉണ്ട്. ഇവരിൽ നിന്നാണ് നമുക്ക് 3 പേരടങ്ങുന്ന ഒരു ഇൻ്റർവ്യൂ പാനൽ സെലക്ട് ചെയ്യേണ്ടത്. അതിലൊരു കണ്ടീഷനുണ്ട്, അറ്റ്ലീസ്റ്റ് 1 എൻജിനീയർ ഉണ്ടായിരിക്കണം. ഒരു എൻജിനീയർ എന്തായാലും ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. അപ്പം 3 പേരടങ്ങുന്ന ഇൻ്റർവ്യൂ പാനലിൽ ഒരാൾ എന്തായാലും എൻജിനീയർ ആയിരിക്കണം. ഒരാളെന്നല്ല, ഒരാളെങ്കിലും, അറ്റ്ലീസ്റ്റ് 1 എന്നാണ് പറയുന്നത്. മിനിമം ഒരാളെങ്കിലും, ഒരു എൻജിനീയറെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ 1 കൂടുതൽ എൻജിനീയേഴ്സ് വരാം. ഓക്കെ, അതാണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് നോക്കിക്കേ. അറ്റ്ലീസ്റ്റ് കണ്ടീഷൻ വന്നതുകൊണ്ട് നമുക്ക് ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമ്മുടെ ഫേവറബിൾ അല്ലാത്ത കണ്ടീഷൻ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേവറബിൾ കണ്ടീഷൻ കിട്ടും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോട്ടൽ എത്ര പേരുണ്ട്? 3 എൻജിനീയേഴ്സ്, 2 സൈക്കോളജിസ്റ്റ്, 3 മാനേജേഴ്സ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂട്ടുമ്പം 3 × 5, 5 × 3 8 പേരടങ്ങുന്നു. 8 പേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ടോട്ടൽ സെലക്ഷൻ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ 8C3 ഇതാണ് ടോട്ടൽ കോമ്പിനേഷൻ. ടോട്ടൽ രീതിയിൽ നമുക്ക് ഇത്രയും ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേണം? ഇതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യും. എന്ത് മൈനസ് ചെയ്യും? അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അറ്റ്ലീസ്റ്റ് 1 എൻജിനീയർ ഉണ്ടായിരിക്കണമെന്നല്ലേ. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ടോട്ടൽ സെലക്ഷനിൽ നിന്ന് ഒരു എൻജിനീയറും വരാത്തൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ, അതങ്ങ് മൈനസ് ചെയ്യും. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? ഒരു എൻജിനീയർ എങ്കിലും വരുന്ന പോസിബിലിറ്റി ആയിരിക്കുമല്ലോ. അപ്പം ടോട്ടൽ സെലക്ഷനായ 8C3യിൽ നിന്നും ഞാൻ ഇനി മൈനസ് ചെയ്യാൻ പോകുന്നത് ഒരു എൻജിനീയർ പോലും വരാത്ത സെലക്ഷൻ കുറയ്ക്കാൻ പോകുന്നു. എൻജിനീയേഴ്സ് എത്ര പേരാണ് ഉള്ളത്? 3 പേരല്ലേ ഉള്ളത്. അപ്പം ആ 3 പേരെ അങ്ങ് മാറ്റി നിർത്താം. ബാക്കി എത്ര പേരുണ്ട്? 2ഉം 3ഉം. 2ഉം 3ഉം കൂടെ എത്രയാണ്? 5. ആ 5 പേരിൽ നിന്ന് ഞാൻ 3 പേരെ സെലക്ട് ചെയ്യുന്നു. അപ്പം ഇതിലെന്തില്ല? എൻജിനീയേഴ്സ് ഇല്ല. ഇതിനകത്ത് എന്തില്ല? എൻജിനീയേഴ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ടോട്ടൽ സെലക്ഷനിൽ നിന്ന് ഒരു എൻജിനീയർ പോലും വരാത്ത സെലക്ഷൻ ഞാൻ കുറച്ച് കളയുന്നു. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. എത്ര വരും? 8 × 7 × 6 divided by 3 × 2. 3 to 6 അത് ക്യാൻസലായി. ബാക്കി 5 × 4 × എത്രയാണ്? 3 divided by 3 × 2. 3 ക്യാൻസൽ, 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 2. അപ്പോൾ ഇത് രണ്ടും 10 വരും. ഇവിടെ 56 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 5 × 6 എത്രയാണ്? 56 മൈനസ് 5 × 2 10 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 46 അല്ലേ? ഓപ്ഷനകത്തുണ്ടോ? ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഹൗ മെനി
4-digit numbers can be formed from the digits 1, 2, 3, 4, 5, 6 and 7 which are divisible by 5 when none of the digits are repeated. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ഇവിടെ പെർമ്യൂട്ടേഷനും അതേപോലെ തന്നെ കോമ്പിനേഷനും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. 4-digit നമ്പേഴ്സാണുള്ളത്. 4-digit നമ്പേഴ്സാണ് നമുക്ക് വേണ്ടത്. മാത്രമല്ല ആ നമ്പർ എന്തായിരിക്കണം? ഡിവിസിബിൾ ബൈ 5 ആയിരിക്കണം. ഡിവിസിബിൾ ബൈ 5 എന്ന് പറയുമ്പം അതിൻ്റെ വൺസ് പ്ലേസിൽ എന്തായേ പറ്റൂ? 0യും 5ഉം വന്നേ പറ്റൂ. ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ അതിൻ്റെ വൺസ് പ്ലേസിൽ ഒന്നെങ്കിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ 5 ആയിരിക്കണം. 0 ഇവിടെ നമുക്ക് ഡിജിറ്റായിട്ട് തന്നിട്ടില്ലാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് എന്ത് പറയാം? 5 ആയിരിക്കും നമ്മുടെ വൺസ് പ്ലേസ് എന്ന് പറയാം. അപ്പോൾ ഒരു പ്ലേസ് ഒഴിവായി കിട്ടി. ഒരു പ്ലേസ്, ഈ പ്ലേസിൽ എപ്പോഴും എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, ഇനി ബാക്കി 3 പ്ലേസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ 3 പ്ലേസസിലേക്ക് നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 ഓൾറെഡി പോയി, റിപ്പീറ്റഡ് അല്ല എന്ന്, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് 5 ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 7 ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ 6 നമ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആ 6 നമ്പേഴ്സിൽ നിന്ന് നമുക്ക് എത്ര പേരെ സെലക്ട് ചെയ്യാൻ പറ്റൂ? 3 സ്ലോട്ടല്ലേ ഉള്ളൂ, 3 സ്ലോട്ടേ അവശേഷിക്കുന്നുള്ളൂ. അപ്പം ആ 6 പേരിൽ നിന്ന് നമുക്ക് 3 പേരെ എടുക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ എന്ത് വരും? കോമ്പിനേഷൻ വരും അല്ലേ? ആ കോമ്പിനേഷൻ എങ്ങനെ വരും? 6 പേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യുന്നു. 6C3. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഈ 6 പേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തു. അപ്പോൾ 3 പേര് എൻ്റെ കയ്യിലുണ്ടല്ലോ. ആ 3 പേരിൽ ആര് വേണമെങ്കിലും ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം. അപ്പോൾ അവിടെ കോമ്പിനേഷനാണോ? അല്ല, അവിടെ പെർമ്യൂട്ടേഷനാണ്. അവിടെ എത്ര എത്ര സീറ്റുകളുണ്ട്? 3 സീറ്റുകൾ. അപ്പോൾ അവർക്ക് എത്ര പോസിബിൾ അറേഞ്ച്മെൻ്റ് ഉണ്ട്? 3 അറേഞ്ച്മെൻറ്റുകൾ പോസിബിളാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 6C3 ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഈ 3 ഫാക്ടോറിയൽ വന്നത് മനസ്സിലായല്ലോ. ഈ 6 പേരിൽ നിന്ന് 3 പേരെ നമ്മൾ സെലക്ട് ചെയ്തു. ആ 3 പേർക്ക് ഇനി ആ 3 പേരിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ആ 3 പേർക്കും 3 ഡിഫറെൻറ്റ് സീറ്റുകളുണ്ട്, അവർക്ക് മാറി മാറിയിരിക്കാം. അപ്പം 3 ഫാക്ടോറിയൽ അറേഞ്ച്മെൻറ്റ്സ് പോസിബിളാണ് ഈ 3 പേരിൽ. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 ചെയ്യുന്നു. 6 പോയി, ബാക്കി 20 ഇൻറ്റു, പിന്നെ ഇവിടെ ഒരു 3 ഫാക്ടോറിയൽ ഉണ്ട്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പം 5 ഇൻറ്റു 4 20, 20 ഇൻറ്റു 6 എത്രയാണ് വരുന്നത്? 120 അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എ ബോക്സ് കണ്ടെയ്ൻ 2 റെഡ് കോയിൻസ്, 3 green coins and 4 blue coins. In how many ways can 3 coins be chosen such that at least 1 coin is green? അപ്പം നമ്മൾ മുമ്പ് ചെയ്തൊരു ക്വസ്റ്റ്യനുമായിട്ട് ഇതിന് ചെറിയ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പം നമുക്കിവിടെ നോക്കാം. നമുക്കിവിടെ എന്തുണ്ട്? ഒരു ബോക്സ് ഉണ്ട് അല്ലേ? ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് 3 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കോയിൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. 2 റെഡ് കോയിൻസ് ഉണ്ട്, 3 ഗ്രീൻ കോയിൻസ് ഉണ്ട്, ബാക്കി 4 ബ്ലൂ കോയിൻസും ഉണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഇൻ ഹൗ മെനി വേയ്സ് ക്യാൻ 3 കോയിൻസ് ബി ചൂസൺ സച്ച് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 കോയിൻ ഈസ് ഗ്രീൻ. ഇതിൽ നിന്നും എത്ര പേര് എടുക്കുന്നു? 3 കോയിൻസ് എടുക്കുന്നു. ആ 3 കണ്ടീഷൻ ഇതാണ്. ആ 3 കോയിൻസിൽ ഒരെണ്ണമെങ്കിലും എന്തായിരിക്കണം? ഗ്രീൻ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുന്നു. അറ്റ്ലീസ്റ്റ് 1 കോയിൻ ഈസ് ഗ്രീൻ. അതായത് ഒന്നിൽ കൂടുതൽ ഗ്രീൻ ആകാം, ഒരെണ്ണമെങ്കിലും ഗ്രീൻ ആയിരിക്കണം. ബാക്കി രണ്ടും വേറെ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ ഒന്നെങ്കിലും ഗ്രീൻ ആയിരിക്കണം. അതിൻ്റെ അർത്ഥം ഒന്നിൽ കൂടുതലോ ഗ്രീൻ വരാം. അതാണ് ആ കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ സാധാരണ ചെയ്യുന്നത്? നമ്മൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് എത്ര ഉണ്ടെന്ന് നോക്കും. ടോട്ടൽ നമുക്ക് എത്ര രീതിയിൽ പോസിബിൾ ഉണ്ട്, ആ പോസിബിൾ ബേസിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്ത് കളയും? ഗ്രീൻ വരാത്ത ഭാഗം ഉണ്ടല്ലോ, അത് മൈനസ് ചെയ്ത് കളയും. അത് മൈനസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? ഒരു ഗ്രീനെങ്കിലും വരുന്നതായിരിക്കത്തില്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഇവിടെ എത്ര കോയിൻസ് ഉണ്ട്? 2, 3 and 4. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പം 9 കോയിൻസിൽ നിന്നും നമ്മൾ എത്രയെ സെലക്ട് ചെയ്യുന്നുള്ളൂ? 3 എണ്ണത്തിനെ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം സെലക്ഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. 9C3 ഇത് ടോട്ടൽ സെലക്ഷനാണ്. ഓക്കെ, ടോട്ടൽ ഇതിനകത്ത് ഗ്രീൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യാൻ പോവാം? ഒരു ഗ്രീൻ പോലും വരാത്ത സെലക്ഷൻ നമ്മൾ മൈനസ് ചെയ്ത് കളയും.
അത് മൈനസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് എന്തായിരിക്കും? ബാക്കി റിമൈനിങ് ഉത്തരം എന്തായിരിക്കും? ഒരു ഗ്രീനെങ്കിലും വരുന്നതായിരിക്കുമല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ മൈനസ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ വരാത്തത്. ഗ്രീൻ എത്ര എണ്ണമാണ്? 3 എണ്ണം. ആ 3 എണ്ണത്തെ നമ്മളങ്ങ് മാറ്റി നിർത്തുന്നു. ബാക്കി എത്ര എണ്ണം ഉള്ളത്? 2ഉം 4ഉം. 2ഉം 4ഉം കൂടെ കൂട്ടിയാൽ 6. അപ്പോൾ 6C3. ഓക്കെ, ഈ 6C3ക്കകത്ത് ഗ്രീൻ ഉണ്ടോ? ഒരു ഗ്രീൻ പോലും ഇല്ലാത്തവയാണിത്. അവയാണ് നമ്മൾ ഈ 9C3യിൽ നിന്ന് ടോട്ടൽ സെലക്ഷനിൽ നിന്ന് കുറച്ച് കളയാൻ പോണത്. അപ്പോൾ ചെയ്യാം. 9 × 8 × 7 ഡിവൈഡഡ് ബൈ 3 × 2. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പം 2ഉം 8ഉം കൂടെ ചെയ്യുമ്പോൾ 4, 3ഉം 9ഉം കൂടെ ചെയ്യുമ്പോൾ 3 കിട്ടുന്നു. ബാക്കി ഇതിൽ നിന്ന് മൈനസ് 6C3, അതായത് 6 × 5 × 4 ഡിവൈഡ് ബൈ 3 × 2. 3 to 6 അത് നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി 12 × 4 3 × 4 12, 12 × 7 84 കിട്ടും. 84 മൈനസ് എന്താ കിട്ടുന്നത്? 84 മൈനസ് ഇത് 20. 84 മൈനസ് 20 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 64. 64 ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ ദ ലെറ്റർ ഓഫ് ദ വേർഡ് ഡീറ്റെയിൽ be arranged in such a way that the vowels occupy only the odd positions? അപ്പോൾ ഡീറ്റെയിൽ എന്ന വാക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കണ്ടീഷൻ ഇതാണ്. വവൽസ് എവിടെ ആയിരിക്കണം? ഓഡ് പൊസിഷനിലായിരിക്കണം വരേണ്ടത്. ഇവിടെ എത്ര വവൽസ് ആണുള്ളത്? ഇ, എ, ഐ 3 വവൽസ് ആണുള്ളത്. 3 വവൽസും 3 കൺസോണൻസും ഉണ്ട്. അപ്പം എത്ര വേർഡ്സാണ്, എത്ര ലെറ്റേഴ്സ് ഉണ്ട് മൊത്തം? 6 ലെറ്റേഴ്സ്. 1 2 3 4 5 6 ലെറ്റേഴ്സ്. ഈ 6 ലെറ്റേഴ്സിൽ ഓഡ് പൊസിഷനിലായിരിക്കണം ആര് വരേണ്ടത്? വവൽസ് വരേണ്ടത്. ഓഡ് പൊസിഷൻ 1, ഇത് 2. ഓക്കെ, ഇതൊക്കെയാണ് ഓഡ് പൊസിഷൻ. അപ്പോൾ ഈ ഓഡ് പൊസിഷനിൽ ആരേ വരാവൂ? വവൽസ് മാത്രമേ വരാവൂ. എത്ര വവൽസ് ഉണ്ട്? 3 വവൽസ്. എത്ര പൊസിഷൻസ് ആണ്? 3 പൊസിഷൻ. അപ്പോൾ എത്ര പോസിബിൾ വേസ് ഉണ്ട്? 3 ഫാക്ടോറിയൽ വേസ് അല്ലേ? 3 പൊസിഷൻസ്, 3 പേർക്കിരിക്കാൻ 3 ഫാക്ടോറിയൽ വേസ് ഇൻറ്റു. ഇനി ആലോചിച്ച് നോക്കേ, ഇനി ബാക്കിയുള്ളത് ആരൊക്കെയാണ്? ഈവൻ പൊസിഷൻസ് ആണ്. ഇത്. ഓക്കെ, ഇനിയുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ഡി ഉണ്ട്, ടി ഉണ്ട്, പിന്നെ ഏതാ ഉള്ള? എൽ ഉണ്ട്. അപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ആ 3-ൽ ഏതെങ്കിലും ഇവിടെ വരാം. ആ 3-ൽ ഒരെണ്ണം ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. ആ 2-ൽ 2 ചാൻസസ് ആണ് ഇവിടെ വരാൻ. ഇവിടെ എത്ര ചാൻസസ്? ഒറ്റ ചാൻസേ ഉള്ളൂ അല്ലേ? അപ്പോൾ എത്ര പോസിബിൾസ് ഉണ്ട്? 3 × 2. 3 × 2 അല്ലേ ഉള്ളൂ. അതായത് വീണ്ടും 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. 6 × 6 എത്രയാണ്? 36. ഓക്കെ, ഓപ്ഷനിലുണ്ടോ? യെസ്, 36 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, മനസ്സിലായല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.